Hello and welcome to Nice Academy. Welcome to another session of daily news analysis. 1st June 2024, Indian Express PAB ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ സൂപ്പർ 30 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ഇനിയുമുള്ളതാണ്. നിങ്ങൾക്ക് അറൗണ്ട് ഒരു 5 അഡ്മിഷൻസ് ഇനിയും പെൻഡിംഗ് ആണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ കണ്ടന്റ്സ്. In mains perspective, significance of the successful test flight of Agniban. When heat island effect makes cities like Chennai hotter than rural areas. Impact of methodological change in poverty data in India's 2022-23 household consumption expenditure survey. And finally, issue with juvenile detentions in India. In prelims perspective, recombinant proteins, cryonics practice for freezing human body, and finally canopy bridges for gibbons in Assam. Without ado, നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ടേക്കൺ ഫ്രം ദ ഹിന്ദു ന്യൂസ് പേപ്പർ. ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി ഓൾസോ അവയർനെസ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ആണ്. അപ്പം ഈ ആർട്ടിക്കിൾ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രിലിംസ് ഫാക്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അഗ്നിബാൻ എന്ന് പറഞ്ഞിട്ടുള്ള മിസൈൽ, ടെസ്റ്റിംഗ് എങ്ങനെയായിരുന്നു കണ്ടക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്താണ്. സോ ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഇതിന്റെ ഫാക്ച്വൽ ഐഡിയാസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലത്തെ ന്യൂസ് അനാലിസിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗ്നിബാൻ മിസൈൽ ടെസ്റ്റിങ്ങിനെ പറ്റി ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം മെയ് 13 റീസെന്റ് ആയിട്ട് ഈ ഒരു അഗ്നിബാൻ അല്ലെങ്കിൽ അഗ്നികൂൾ കോസ്മോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനി ഈ ഒരു അഗ്നിബാൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് ഫയറിലൂടെ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിലൂടെ നമ്മുടെ കൊമേഴ്ഷ്യൽ സ്പേസ് കാപ്പബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്യും എന്നാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് അഗ്നിബാൻ? അഗ്നിബാൻ ഇസ് എ 2-stage ലോഞ്ച് വെഹിക്കിൾ ഡിസൈൻഡ് ബൈ അഗ്നികൂൾ കോസ്മോസ്. അപ്പൊ ഇന്നലെ ടെസ്റ്റ് ചെയ്ത് 13 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിംഗിൾ സ്റ്റേജ് ലോഞ്ച് വെഹിക്കിൾ ആയിരുന്നു. ബട്ട് അത് 2 സ്റ്റേജ് വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 2 സ്റ്റേജ് എന്താണ് ഒരു മിസൈൽ 2 സ്റ്റേജ് എന്ന് പറയുന്നത്? സോ ഒരു മിസൈൽ, സോ അതിന്റെ ഫസ്റ്റ് ത്രസ്റ്റിന് ശേഷം ഓക്കെ അത് ഒരു ലോവർ ഓർബിറ്റിലേക്ക് എന്തെങ്കിലും പേലോഡ് അവിടെ എത്തിക്കുന്നു കരുതുക. അപ്പൊ അത് സെയിം മിസൈൽ ഒരു ഫസ്റ്റ് ത്രസ്റ്റിന് ശേഷം പിന്നീട് അതിന്റെ ഒരു ഭാഗം നിങ്ങൾ മിസൈൽ ലോജിക്കിൽ കാണുന്നത് ഒരു ഭാഗം വിട്ടുപോയി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്കായിരിക്കും ത്രസ്റ്റ് കൊടുക്കുന്നത്. സോ ഇതാണ് 2 സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും, പിന്നീട് നെക്സ്റ്റ് സ്റ്റേജിൽ ത്രസ്റ്റ് കൊടുക്കും. സോ ഇത് സിംഗിൾ സ്റ്റേജ് ആണ്. അപ്പം അഗ്നിബാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റേജ് ലോഞ്ച് വെഹിക്കിൾ ആണ്. അഗ്നികൂൾ കോസ്മോസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 14 ടൺ ആണ് ഇതിന്റെ വെയിറ്റ് പറയുന്നത്. സ്മോൾ സാറ്റലൈറ്റ് അറൌണ്ട് 100 കിലോഗ്രാം വരെയുള്ള സ്മോൾ സാറ്റലൈറ്റുകളെ ലോ എർത്ത് ഓർബിറ്റ്സിൽ എത്തിക്കാൻ ഈ ഒരു അഗ്നികൂൾ മിസൈൽസിനെ കൊണ്ട് സാധിക്കും. അപ്പം ബോത്ത് സ്റ്റേജസ് ഓഫ് അഗ്നിബാൻ ആർ പവേർഡ് ബൈ സെമി ക്രയോജനിക് എൻജിൻസ്. ഈ 2 സ്റ്റേജസ് ആണെന്നുണ്ടെങ്കിലും സെമി ക്രയോജനിക് എൻജിൻസ് വെച്ചിട്ടാണ് അത് പവർ ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ക്രയോജനിക് എൻജിൻസ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ ശ്രമിക്കുക. സോ മെനി കമ്പോണൻസ് ഇൻക്ലൂഡിംഗ് ദ എൻജിൻസ് ആർ 3D പ്രിന്റഡ്. ഏറ്റവും ഹൈലൈറ്റ് ചെയ്തൊരു കാര്യമാണ്, അറൌണ്ട് എല്ലാ കമ്പോണൻസും 3D പ്രിന്റഡ് ആണ്. അതുപോലെ തന്നെ അഗ്നികൂൾ പ്ലാൻസ് പ്രൊഡ്യൂസ് 1 റോക്കറ്റ് പെർ മന്ത്. ഇപ്പോൾ അഗ്നികൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്മോസ് കമ്പനി ഒരു റോക്കറ്റ് പെർ മന്ത് എന്ന ലെവലിൽ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ദ ഫസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് നെയ്മഡ് സബ് ഓർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ sorted occurred on May 13 after 4 previous attempts were cancelled due to suboptimal conditions. ഇപ്പൊ മുന്നേ ഒരു 4 ലോഞ്ചിങ് കണ്ടീഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് 13 ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഫയർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം വാട്ട് ആർ ദ ചലഞ്ചസ് ഡസ് അഗ്നികൂൾ കറന്റ്ലി ഫേസ്. അപ്പൊ എന്നിരുന്നാൽ പോലും എന്തൊക്കെയാണ് അത് ഫേസ് ചെയ്യുന്ന ചലഞ്ചസുകൾ? സോ ലോഞ്ച് അറ്റംപ്റ്റ് ഫെയിലിയർ. ഫസ്റ്റ് നോക്കാം ലോഞ്ച് അറ്റംപ്റ്റ് ഫെയിലിയർ. സോ അഗ്നികൂൾ ഒരുപാട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചലഞ്ചസുകൾ, ഇനീഷ്യൽ അറ്റംപ്റ്റ്സുകൾ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ 4 റോക്കറ്റ്സ് ലോഞ്ചിങ് ക്യാൻസൽ ചെയ്തിട്ടാണ് ഫൈനൽ 5th റോക്കറ്റ് ടെസ്റ്റിംഗ് ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം തന്നെ നമുക്ക് ലോഞ്ച് അറ്റംപ്റ്റ് ഫെയിലിയറുകൾ കഴിഞ്ഞ 4 എണ്ണത്തിനാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് അറ്റംപ്റ്റ് ഫെയിലിയർ ഉണ്ടായിരുന്നു. സോ അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് തിങ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫ്ലൈറ്റ് പാരാമീറ്റേഴ്സ്. ഇപ്പൊ പലപ്പോഴും ഫ്ലൈറ്റിന്റെ പല പാരാമീറ്റേഴ്സുമായിട്ട് നമുക്കൊരു ഈസി കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. ഇപ്പോഴത്തോ എഞ്ചിൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പേലോഡ് ആയിക്കോട്ടെ, മറ്റ് കമ്പോണൻസ് ആയിക്കോട്ടെ. സോ എല്ലാ കമ്പോണൻസുമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കണം. ബട്ട്
ബട്ട് സ്പെസിഫിക് ഏരിയ, അപ്പം അഗ്നികൂൾ മിസൈൽസിന്റെ സ്പെസിഫിക് ഏരിയയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നിലവിൽ നിന്നും വൺസ് ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതുമാതിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള പാരാമീറ്റേഴ്സുമായിട്ട് ഒരുപാട് പാരാമീറ്റർ, ഇപ്പം ഒരു 100% ഉണ്ടെങ്കിൽ ഒരു 60% കമ്പോണൻസുമായിട്ടാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് അഗ്നികൂൾ മിസൈലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇത് ഒരിക്കലും ഒരു അഗ്നികൂളിന്റെ മാത്രം ചലഞ്ച് അല്ല. ഇവൻ നമ്മുടെ ISRO ലോഞ്ച് ചെയ്യുന്ന റോക്കറ്റ്സുകളാണെന്നുണ്ടെങ്കിലും സെയിം നമ്മുടെ ഇന്ത്യൻ സ്പേസ് സെക്ടറിൽ അനുഭവിക്കുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് ഈ കമ്മ്യൂണിക്കേഷൻ. റോക്കറ്റ്സിന്റെ എല്ലാ പാരാമീറ്റേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചലഞ്ചസുകൾ ഇവൻ നമ്മുടെ ISROയും നേരിടുന്ന ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, സോ തന്നെയാണ് അഗ്നികൂളും ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് നോക്കാം, ഹൗ ഡസ് ദിസ് എഫക്ട് ഇന്ത്യ സ്പേസ് ഇൻഡസ്ട്രി. സോ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനിയുടെ ഒരു സ്പേസ് ടെക്നോളജിയിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഇന്ത്യയുടെ സ്പേസ് ഇൻഡസ്ട്രി എങ്ങനെയാണ് അത് വിപുലീകരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എക്സ്പാൻഷൻ ഓഫ് ലോഞ്ച് സർവീസസ്. അപ്പം അഗ്നികോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടെസ്റ്റ് വാനിലൂടെ ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ ലോഞ്ച് സർവീസസിന് ഒരു അഡ്വാൻസിങ് നടത്തുകയാണ്. അപ്പൊ കൊമേഴ്ഷ്യൽ ലോഞ്ച് സർവീസ് ഇതുവരെ ഇത്തരത്തിലുള്ള ലോഞ്ചിങ്, ചെറിയ ചെറിയ സാറ്റലൈറ്റിന്റെ ലോഞ്ചിങ്ങോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റുകൾ ലോഞ്ചിങ്ങിനോ ഉപയോഗിച്ചിരിക്കുന്നത് ISROയുടെ PSLV ആണ്. ISROയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസുകളാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് അവിടെ അഗ്നികൂളിന്റെ ഇത്തരത്തിലുള്ള ഒരു വളരെ ലോ കോസ്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരം മിസൈൽസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ ലോഞ്ച് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് GPS വേണ്ടിയിട്ട് ഒരു സാറ്റലൈറ്റ് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് സാറ്റലൈറ്റ് ആവശ്യമായിട്ട് വരും. സോ ഇതിനൊക്കെ ഓർബിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ആദ്യം മുന്നേ എടുക്കുന്ന ഡോമിനേറ്റ് ചെയ്തത് PSLV ആയിരുന്നു. ബട്ട് ഇത്തരത്തിലുള്ള കടന്നുവരവോട് കൂടി, ഇങ്ങോട്ടൊക്കെ ഒക്കെ കടന്നുവരവോട് കൂടി ഇത്തരത്തിലുള്ള ലോഞ്ച് സർവീസുകൾ നമുക്ക് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് ഇൻഡസ്ട്രി അഡ്വാൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്നോവേഷൻ ത്രൂ കൊളാബറേഷൻസ്, ഇവൻ ദോ ISRO പോലെയുള്ള സ്പേസ് റിസർച്ച് സെന്റേഴ്സ്, ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള അഗ്നികൂളിന് പോലെയുള്ള സ്റ്റാർട്ടപ്സിന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൊളാബറേറ്റ്, ISRO അഗ്നികൂളൊക്കെ കൊളാബറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഷെയർഡ് ടെക്നോളജി, ഷെയർഡ് നോളജ്. ISROയിൽ നിന്ന് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ISROയിൽ നിന്ന് നോളജുകൾ അഗ്നികൂൾ കോസ്മോസിന് വേണമെങ്കിൽ എടുക്കാം. അഗ്നികൂൾ കോസ്മോസ് ബേസ്ഡ് 3D പ്രിന്റിംഗ് ടെക്നോളജീസ് ISROന് കൈമാറാം. അപ്പൊ ദാറ്റ് മീൻസ് ഒരു ഷെയർഡ് ടെക്നോളജീസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത് മേക്ക് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ഒക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. ഇവൻ പ്രൈവറ്റ് മിഷൻസിൽ ഒരു ഹെൽപ്ഫുൾ ആയി മാറും ഇന്ത്യയുടെ സ്പേസ് കൊമേഴ്സ് ഇൻഡസ്ട്രി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻഹാൻസ്ഡ് പേലോഡ് കപ്പാസിറ്റീസ്. ഇപ്പം ISROയുടെ ഇപ്പം പുതിയ തരത്തിലുള്ള ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട്. കാർബൺ കോമ്പോസിറ്റ് നോസിൽസുകളൊക്കെ ISRO യൂസ് ചെയ്ത് വരുന്നുണ്ട്. കാർബൺ കോമ്പോസിറ്റ് നോസിൽസുകൾ. അപ്പൊ പേലോഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ടെക്നോളജീസ് ISRO യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. സോ സെയിം ടൈപ്പ് ഇപ്പൊ ഇത്തരത്തിലുള്ള ISROയുടെ പുതിയ ഇന്നോവേഷൻസ് നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇവൻ അഗ്നികോളിന്റെ 3D പ്രിന്റിംഗ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ് ആണ് നമുക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. സോ പേലോഡ് കപ്പാസിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്ന ഇത്തരം കാർബൺ നോസിൽ ടെക്നോളജീസ് ഒക്കെ നമുക്ക് അഗ്നികോൾഡും നേരത്തെ പറഞ്ഞ ഷെയർഡ് ടെക്നോളജീസിലൂടെ അഗ്നികോൾഡ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്നികോളിന്റെ കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഓൾ വി വാണ്ട് ടു നോ ഫ്രം ദിസ് ആർട്ടിക്കിൾ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. Urban heat island effect makes cities like Chennai hotter than rural areas. അപ്പം നമ്മൾ ഒരുപാട് തവണ ആർട്ടിക്കിൾസിൽ സംസാരിച്ചതാണ്, അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ സംസാരിച്ച കാര്യമാണ് അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഹീറ്റ് വേവ്സുകളെ പറ്റിയിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് അർബൻ ഹീറ്റ് ഐലൻഡ് ആണ്. എസ്പെഷ്യലി ഇവിടെ ഈ ഒരു ആർട്ടിക്കിൾ എടുക്കുന്നത് ചെന്നൈ പോലുള്ള നഗരത്തിനെ എടുക്കുന്നത്. അപ്പൊ എന്താണ് അർബൻ ഹീറ്റ് ഐലൻഡ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നോക്കാം. ഇവിടുത്തെ ഈ ഒരു ആർട്ടിക്കിളിൽ കണ്ടക്സ്റ്റിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ പോലുള്ള സിറ്റീസ് ഈ ഒരു അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് കൊണ്ട് തൊട്ടടുത്തുള്ള റൂറൽ ഏരിയയിൽ നിന്ന് ഏകദേശം 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂടാണ്. ദാറ്റ് മീൻസ് അഡ്ജസ്റ്റന്റ് ആയിട്ട് റൂറൽ ഏരിയയിൽ നിന്ന്, ഇതാണ് ചെന്നൈ സിറ്റി എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റന്റ് ആയിട്ട് റൂറൽ ഏരിയയിൽ നിന്ന് തന്നെ ഏകദേശം ഇവിടെ ഇപ്പൊ 10 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവിടെ 10 to 12 അല്ലെങ്കിൽ 14 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും തൊട്ടടുത്തുള്ള ഏരിയസിൽ. സോ ഇതിനാണ് അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് എന്ന് ബേസിക്കലി പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് എന്നുള്ളത്. അപ്പം റൂറൽ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ അതിന്റെ ബഫർ ഏരിയയിൽ നിന്ന്, സിറ്റിയുടെ ബഫർ ഏരിയയിൽ ഉണ്ടാവുന്ന ഏരിയാസിനെക്കാട്ടും ചൂട് സിറ്റിയിൽ കൂടുന്നതിനെയാണ് എസ്പെഷ്യലി ഡ്യൂ ടു സം കൈൻഡ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇതിനാണ് നമ്മൾ അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ തന്നെ അർബൻ റൂറൽ ഏരിയയിൽ നിന്നും അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള റൂറൽ ഏരിയയെക്കാട്ടും ഏകദേശം 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അർബൻ ഏരിയയിൽ അല്ലെങ്കിൽ പട്ടണത്തിൽ ചൂട് കൂടുതലാണ് ഇൻ ചെന്നൈ പോലെയുള്ള സിറ്റീസിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ എന്തുകൊണ്ടാണ് ആ ഒരു കാരണം ഉണ്ടാകുന്ന നോക്കുന്ന സ്ട്രക്ചേഴ്സ്, ദാറ്റ് മീൻസ് നമ്മളെ ബിൽഡിങ്, ടാർ ചെയ്ത റോഡുകൾ നമുക്കറിയാം ബ്ലാക്ക് കളറിലായിരിക്കും. അപ്പൊ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും ഹീറ്റ് റിറ്റെയിൻ ചെയ്ത് നിൽക്കുകയും ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി നമ്മളെ ടെമ്പറേച്ചർ എക്സപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കോൺക്രീറ്റ് നമുക്കറിയാം ഹീറ്റ് അബ്സോർബ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ടാർ റോഡിങ് ആണെങ്കിലും ബ്ലാക്ക് സർഫസ് ആണ് കൂടുതൽ എന്താണ് ഈ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്ത് വെക്കും. അപ്പൊ അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഗ്രീൻ സ്പേസസ്, നമുക്കറിയാം പട്ടണങ്ങളിൽ ഗ്രീൻ സ്പേസ് കുറവാണ്, കുറച്ച് മരങ്ങളും കാര്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ്. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ ആയിക്കോട്ടെ, വെഹിക്കുലർ എമിഷൻ ആയിക്കോട്ടെ. സോ ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഹീറ്റ് വളരെ കൂടുതലായിരിക്കും. സോ അത് സിറ്റിയിൽ തന്നെ റിറ്റെയിൻ ചെയ്ത് നിൽക്കുകയും ചെയ്യും. ഓക്കെ, സോ നൈറ്റ് ടൈം എസ്പെഷ്യലി ഹോട്ടർ ആയിരിക്കും. അർബൻ ഏരിയസിൽ നോക്കുകയാണെങ്കിൽ നൈറ്റിലും ഇതുപോലെ തന്നെ ഹോട്ടർ കണ്ടീഷൻ ആയിരിക്കും. ബിക്കോസ് ഈ ഒരു അർബൻ എൻവയോൺമെന്റ് ഡോം എഫക്റ്റിൽ നിൽക്കുകയും ഈ ഒരു ടെമ്പറേച്ചർ ഈ ഒരു ഡോമിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാതെ ആ ഒരു അർബൻ ഏരിയയിൽ തന്നെ ട്രാപ്പ് ചെയ്ത് കിടക്കും. അതുകൊണ്ട് തന്നെ ഇവൻ നൈറ്റ് ടൈമിലാണെന്നുണ്ടെങ്കിലും അർബൻ ഏരിയസിനകത്തുള്ള ഹീറ്റ് കൂടുതലായിരിക്കും. ആണ് ബേസിക്കലി അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് ആർ ദ ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു ഓവർകം ദിസ്? അപ്പൊ ഇന്ത്യ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്? സോ ഇന്ത്യ ഹാസ് എ നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ ഹീറ്റ് ആക്ഷൻ പ്ലാൻസ്. ഇന്ത്യക്ക് ഡിസ്ട്രിക്ട് ലെവൽ വരെയുള്ള ഹീറ്റ് ആക്ഷൻ പ്ലാൻസ് ഉണ്ട്, നമ്മൾ ഹീറ്റ് വേവ്സ് ഇമ്പാക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു ഹീറ്റ് വേവ്സ് ആക്ഷൻ പ്ലാൻസിൽ അല്ലെങ്കിൽ ഹീറ്റ് ആക്ഷൻ പ്ലാനിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏർലി വാർണിംഗ് സിസ്റ്റം, സ്റ്റാഗേർഡ് വർക്ക് അവേഴ്സ്, ഷെയ്ഡഡ് ഏരിയാസ്, അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടേഴ്സ്, റീഹൈഡ്രേഷൻ സാൾട്ട്. അപ്പം റീഹൈഡ്രേഷൻ നൽകുക, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, ഗ്രീൻ സ്പേസുകൾ, അതുപോലെ തന്നെ ഇത്ര ടൈമിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, ഏർലി വാർണിംഗ് സിസ്റ്റങ്ങളൊക്കെ നൽകുക എന്നുള്ളതാണ് ഹീറ്റ് ആക്ഷൻ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അർബൻ പ്ലാനിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഇസ് കമ്മീഷനിങ് detailed heat maps for better planning and intervention strategies. This action aim to mitigate heat effect and improve urban livability while moving towards sustainable development goals. ഈ ഒരു പോയിന്റിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഒരു വ്യക്തമായിട്ടുള്ള ഹീറ്റ് മാപ്പുകൾ അവർ ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതൽ ഹീറ്റ് വരുന്നത്, എത്രത്തോളമാണ് ഹീറ്റിന്റെ ഒരു ഡിസ്പാരിറ്റി വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മാപ്പ് ചെന്നൈ മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി മേക്ക് ചെയ്യുന്നത്. എന്തിനാണ് ഇത് മേക്ക് ചെയ്യുന്നത്? ബെറ്റർ പ്ലാനിങ് ആൻഡ് ഇൻവെൻഷൻ സ്ട്രാറ്റജീസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് എഫക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അർബൻ ലിവബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ചാൻസ് ഓഫ് ലിവബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് ഷുഡ് ബി ഡൺ ടു റെഡ്യൂസ് UHA? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സോ ഇൻക്രീസ് ഇൻ ഗ്രീൻ കവർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ കവർ ഇൻക്രീസ് ചെയ്യാം. ദാറ്റ് മീൻസ് അർബൻ ഫോറസ്റ്റ്, അതുപോലെ തന്നെ പാർക്കുകൾ, ഗ്രീൻ സ്പേസസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങള് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പൊ അതിലൂടെ ഒരു കൂൾ എൻവയോൺമെന്റ്, അപ്പം എൻവയോൺമെന്റിന് നമുക്ക് കുറച്ച് കൂളാക്കാനും പറ്റും. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഷെയ്ഡ്, ആളുകൾക്ക് പ്രോപ്പർ ഷെയ്ഡ് നൽകാൻ പറ്റും. പിന്നീട് എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള എയർ കണ്ടീഷനിങ്. നമുക്കറിയാം എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു റൂമിനകത്ത് ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ പോലും പുറത്ത് ഔട്ട്സൈഡ് യൂണിറ്റിൽ നിന്ന് റിലീവ് ചെയ്യുന്ന കണ്ടീഷൻ ഹീറ്റ് വളരെ വളരെ കൂടുതലാണ്. സോ അത് ബേസിക്കലി നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ചൂട് കൂട്ടാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള എയർ കണ്ടീഷൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെസ് ഹീറ്റ് മാത്രമേ അന്തരീക്ഷത്തിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോവുകയുള്ളൂ. ഓക്കെ, സോ തന്നെ ഇംപ്രൂവ് ബിൽഡിംഗ് ഡിസൈൻ. ഓക്കെ, എസ്പെഷ്യലി നമ്മൾ ഒരു ബിൽഡിംഗ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഇന്റീരിയേഴ്സ് കൂൾ ആവുന്ന തരത്തിലുള്ള ഒരു ബിൽഡിംഗ് ഡിസൈൻസുകൾ യൂസ് ചെയ്യും. ഇപ്പം വിൻഡിന്റെ എഫക്റ്റ് നോക്കിയിട്ടോ. സോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇന്റീരിയേഴ്സ് കൂൾ ആവുന്ന തരത്തിലുള്ള ബിൽഡിംഗ് ഡിസൈൻസുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. റിഫ്ലക്റ്റീവ് സർഫസസ്, ഹൈ ആൽബിഡോ എഫക്റ്റ് ഉള്ള വൈറ്റ് കളർ പോലെയുള്ള സർഫസുകൾ സൺലൈറ്റിന് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ തട്ടിയിട്ട് മാക്സിമം സൺലൈറ്റ് തിരിച്ചു പോകും. ഓക്കെ, സോ അതിലൂടെ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡാർക്ക് സർഫസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹീറ്റ് കൂടുതൽ അബ്സോർബ് ചെയ്യും. ലോ ആൽബിഡോ എഫക്റ്റ് ആണ് ഡാർക്ക് കളറിനുള്ളത്. അപ്പൊ ഹൈ ആൽബിഡോ എഫക്റ്റ് ഉള്ള വൈറ്റ് കളർ പോലെയുള്ള സർഫസുകൾ, എസ്പെഷ്യലി നിങ്ങൾ തമിഴ്നാടൊക്കെ നോക്കിയാൽ തമിഴ്നാട്ടിലൊക്കെ വീടിന്റെ മുകളിൽ, ഒരു വീടാണെന്നുണ്ടെങ്കിൽ വീടിന്റെ മുകളിൽ കംപ്ലീറ്റ്ലി വൈറ്റ് പെയിന്റ് അടിച്ച് കാണാൻ പറ്റും. സോ ഇത് ആക്ച്വലി ഇൻകമിംഗ് വരുന്ന സൺറൈസിന് റിഫ്ലക്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഹൈ ആൽബിഡോ എഫക്റ്റ് ആണ് വൈറ്റ് കളർ. അപ്പൊ അത്തരത്തിലുള്ള റിഫ്ലക്റ്റീവ് സർഫസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷൻ മാക്സിമം കുറക്കാൻ സാധിക്കും. അതുപോലെ എൻഹാൻസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. നമുക്കറിയാം ഒരു സിംഗിൾ പേഴ്സൺ ഓരോ ദിവസവും ഓരോ ട്രാവലിങ്ങിന് വേണ്ടി ഒരു കാറോ ബൈക്കോ കാര്യങ്ങളോ ഉപയോഗിക്കുന്ന സമയത്ത്
കൂടുതൽ വെഹിക്കുലർ എമിഷൻസുകൾ അവിടെ കൊണ്ടുവരും. അപ്പൊ ഈ എമിഷൻസുകൾ എന്താണ്? എസ്പെഷ്യലി ഗ്രീൻ ഹൗസ് ഗ്യാസസുകളാണ്. ഇത് ബേസിക്കലി അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ എൻവയോൺമെന്റിലെ ഹീറ്റ് റിറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസുകളാണ്. അപ്പൊ ഇത് കുറക്കാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് മോറോവർ ഒരു ബസ്സോ അല്ല അങ്ങനെയുള്ള ഫെസിലിറ്റിയിലേക്ക് മാറാൻ ശ്രമിക്കാം. സോ അത് തന്നെ ഇലക്ട്രിക് ബസ്സുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ. അത്തരത്തിൽ വെഹിക്കുലർ എമിഷൻസുകളോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസുകളോ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പെർമിയബിൾ പേയ്മെന്റ്സ്, അപ്പം പെർമിയബിൾ ആയിട്ടുള്ള പേയ്മെന്റ്സുകൾ കൊണ്ടുവരും. അപ്പം ദാറ്റ് മീൻസ് നമുക്ക് ഒരു നടപ്പാതകൾ, ഇപ്പം ദാറ്റ് മീൻസ് വാട്ടറിന് ഉള്ളിലേക്ക് കടക്കാനും പറ്റുന്ന തരത്തിലുള്ള, നമുക്കറിയാം നമ്മളെ പേയ്മെന്റ്സ് എന്താണ്? കോൺക്രീറ്റുകളായിരിക്കില്ല. കോൺക്രീറ്റുകളായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പേയ്മെന്റിലൂടെ വെള്ളം താഴേക്ക് പോകില്ല. അപ്പൊ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പെർമിയബിൾ ആയിട്ടുള്ള ഈ ഒരു പേയ്മെന്റ്സുകൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ എൻവയോൺമെന്റ് വീണ്ടും ഒന്നുകൂടി കൂൾ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ യാത്രകളും കുറച്ചുകൂടി എളുപ്പമാക്കുകയും ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് അർബൻ ഹീറ്റ് ആൻഡ് എഫക്റ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മെയിൻസിനൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ ഓരോ പോയിന്റിനും അതേപോലെ ഓരോ പോയിന്റിനും ഓരോ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തി വെക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ പ്രിലിംസ് ഓർ മെയിൻസ് ചോദിക്കാം. ബിക്കോസ് നമ്മുടെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ് ഹീറ്റ് വേവ്സിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് വേവ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു മെയിൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഈ വർഷത്തെ മെയിൻസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ തീർച്ചയായിട്ടും പോയിന്റുകൾ, ഈ പോയിന്റ് കൂടെ തന്നെ എന്ത് കൊണ്ടുവരണം? എക്സാമ്പിൾസും കൂടി നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ ഫ്രം ഇന്ത്യൻ എക്സ്പ്രസ്. ഇമ്പാക്ട് ഓഫ് മെത്തഡോളജിക്കൽ ചേഞ്ചസ് ഓൺ പോവർട്ടി ഡാറ്റ ഇൻ India's 2022-23 Household Consumption Expenditure Survey. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ളത് പോവർട്ടി ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ 2022-23 കാലഘട്ടത്തിൽ നമ്മുടെ പോവർട്ടി ഡാറ്റ ബേസിക്കലി നമ്മുടെ ഒരു എന്താണ്, ബിലോ പോവർട്ടി ലൈൻ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസപ്ഷൻ എക്സ്പെൻഡിച്ചേഴ്സിനെ ബേസ് ചെയ്താണ് പോവർട്ടി ഡാറ്റാസ് മേക്ക് ചെയ്യാറുള്ളത്. എന്താണ് ഒരു ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? അപ്പം ഒരു ഹൗസ് ഹോൾഡ്, ഒരു വീട് എടുക്കാം, ആ വീടിൽ അവർ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ക്ലോത്ത് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ തന്നെ അവരുടെ എക്സ്പെൻഡിച്ചേഴ്സ് എങ്ങനെയാണ്? സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു പോവർട്ടി ഡാറ്റാസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ഗവൺമെന്റ്, ഇപ്പൊ ദാറ്റ് മീൻസ് UPA ഗവൺമെന്റും അതുപോലെ തന്നെ NDA ഗവൺമെന്റും ഉള്ള കാലഘട്ടത്തിൽ എത്രത്തോളമാണ് പോവർട്ടി റെഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ പോവർട്ടി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സിൽ വന്നിരിക്കുന്ന ചേഞ്ചസുകൾ എന്തൊക്കെയാണ്? GS പേപ്പർ 1 സൊസൈറ്റി, പോവർട്ടി ആൻഡ് ഡെവലപ്മെന്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. സോ നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോകാം. വാട്ട് ചേഞ്ചസ് were made in the recent household consumption expenditure survey in India? അപ്പം മുൻകാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷർമെന്റുകളാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ, ഒരു വീടിന്റെ അകത്ത് ഉണ്ടാവുന്ന കൺസപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ എക്സ്പെൻഡിച്ചേഴ്സുമാണ് പറയുന്നത്. ഓക്കെ, സോ അതിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം HCയുടെ ഇൻസെപ്ഷൻ, ദാറ്റ് മീൻസ് HCES. ഓക്കെ, HCESന്റെ ഇൻസെപ്ഷനോട് കൂടിയിട്ട് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ ഒരു ഡാറ്റാസ്, അവരാണ് ഈ ഒരു അനലിറ്റിക്സ് ഒക്കെ ചെയ്യുന്നത്. ഒരു 30 days റീകോൾ പീരീഡ് ആണ്, 30 days റീകോൾ പീരീഡ് ആണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിൽ നിന്ന് മാറി അപ്പം അതിനെയാണ് നമ്മൾ സാധാരണ യൂണിഫോം റെഫറൻസ് പീരീഡ് എന്ന് പറയുന്നത്. യൂണിഫോം റെഫറൻസ് പീരീഡ്. അപ്പം റീകോൾ പീരീഡ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങളൊരു ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര മാസത്തേക്ക് ആ ഒരു കണക്കുകൾ എടുക്കുന്നു, ഇത്ര മാസത്തേക്ക് കണക്കുകൾ എടുക്കുന്നു. സോ ദാറ്റ് തിങ്. നമ്മളിപ്പം വീട്ടിലൊക്കെ KSEB റീഡിംഗ് എടുക്കാൻ വരുന്നില്ല, 2 മാസത്തിന് ശേഷം റീഡിംഗ് എടുക്കാൻ വരുന്നു, വീണ്ടും 2 മാസം. സോ അതുപോലെ ഒരു 30 days റീകോൾ പീരീഡ് ആയിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനെ നമ്മൾ യൂണിഫോം റെഫറൻസ് പീരീഡ് എന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ അതിനുശേഷം പിന്നീട് വന്നിരിക്കുന്നത് മോഡിഫൈഡ് മിക്സ്ഡ് റെഫറൻസ് പീരീഡ്, MMRP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ റെഫറൻസ് പീരീഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ KCB ബില്ല് നിങ്ങൾ ആലോചിച്ചു, KCB ബില്ല് ആദ്യത്തെ ഒരു 7 ദിവസം അല്ലെങ്കിൽ 365 ദിവസം അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, സോ അതേ മെത്തേഡാണ് മോഡിഫൈഡ് മിക്സ്ഡ് റെഫറൻസ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡാറ്റ ആക്യുറസിക്ക് വേണ്ടിയിട്ട് 7 day, 30 day, 365 day എന്ന് പറഞ്ഞിട്ടുള്ള റീകോളിംഗ് പീരീഡ്സുകൾ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോ റീകോളിംഗ് പീരീഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് യൂണിഫോം റെഫറൻസ് പീരീഡ് ആയിരുന്നു, അതിൽ ചേഞ്ച് വന്നു,
വാരിയബിൾ ആയിട്ടുള്ള റഫറൻസ് പീരീഡുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി MMRPന്റെ അകത്ത്. ഇതിന് മൾട്ടിപ്പിൾ ക്വസ്റ്റനേഴ്സ്. അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒരു സിംഗിൾ ക്വസ്റ്റ്യനർ, ഇപ്പം ഒരു സാമ്പിൾ എടുക്കാൻ പോയത്, സർവേ എടുക്കാൻ പോകുന്ന സമയത്ത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണ്, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ സർവേയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം 2022-23 സർവേ എടുക്കുന്ന സമയത്ത് കൂടുതലും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവൺ ദോ ഫുഡ് ഐറ്റംസ്, കൺസ്യൂമബിൾ ഐറ്റംസ്, സർവീസ് ഐറ്റംസ്, ഡ്യൂറബിൾ ഗുഡ്സ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. ഒരു ഹൗസ് ഹോൾഡിനകത്ത് സാധാരണ നമ്മൾ അവിടെ പോയിട്ട് അംഗങ്ങളുടെ എണ്ണം, നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ അതൊക്കെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറി ഇപ്പം അവരുടെ കയ്യിലുള്ള ഐറ്റംസുകൾ എന്തൊക്കെയാണ്, ഡ്യൂറബിൾ ആയിക്കോട്ടെ, ഡ്യൂറബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിക്കോട്ടെ, കൺസ്യൂമബിൾ ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി മൾട്ടിപ്പിൾ ക്വസ്റ്റ്യനേഴ്സ് ആഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ വിസിറ്റ്സ് ഫോർ ഡാറ്റ കളക്ഷൻ. അപ്പൊ പ്രീവിയസ്ലി ഒരു സിംഗിൾ വിസിറ്റിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഹൗസ് ഹോൾഡിലേക്ക് വരുന്നു, കാര്യങ്ങൾ സർവേ എടുക്കുന്നു, പോകുന്നു. സോ അതിന് പരമായിട്ട് ലേറ്റസ്റ്റ് സർവേ വെച്ചാൽ മൾട്ടിപ്പിൾ വിസിറ്റ് അപ്രോച്ച് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടി ക്വാളിറ്റി റെസ്പോൺസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ വിസിറ്റ് അപ്രോച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡാറ്റ കുറച്ചുകൂടി ആക്യുറേറ്റ് ഉള്ള ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഇമ്പാക്ട് ഓൺ നോൺ ഫുഡ് റിപ്പോർട്ടിംഗ്. അപ്പം ഇമ്പാക്ട് ഓൺ നോൺ ഫുഡ് റിപ്പോർട്ടിംഗ് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത് നോൺ ഫുഡ് ഐറ്റംസിന്റെ കൺസെപ്ഷൻസ് 2022-23 കാലഘട്ടങ്ങളിൽ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാത്രം നമ്മളെ കൺസെപ്ഷൻസ് വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്ന ഡാറ്റ കളക്ഷൻ്റെ അകത്ത് ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനുശേഷം നമ്മുടെ നോൺ ഫുഡ് ഐറ്റംസുകളാണ് കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഒന്നും വേണ്ട, നമുക്കിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉള്ള സമയത്ത് നമുക്ക് തന്നെ അറിയാം, ഫ്ലിപ്കാർട്ടോ ആമസോൺ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇവിടുത്തെ നമ്മൾ വീട്ടിൽ ഒരു ദിവസം 100 രൂപയ്ക്ക് ഫുഡ് ഐറ്റംസ് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 400 രൂപക്കോ 500 രൂപക്കോ നമ്മൾ കൺസ്യൂമബിൾ ആയിട്ടുള്ള മറ്റ് ഐറ്റംസുകളാണ് വാങ്ങുന്നത്. സോ 2022-23 കാലഘട്ടത്തിലെ സർവേന്റെ അകത്ത് ഈ ഒരു നോൺ ഫുഡ് റിപ്പോർട്ടിംഗ് കൂടി വന്ന സമയത്ത് ഡാറ്റ കുറച്ചുകൂടി ആക്യുറേറ്റ് ആവുകയാണ്. നമ്മൾ ചിലപ്പോൾ കഞ്ഞിയും പയറും കഴിച്ചിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക, നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോൺ ആയിരിക്കും. സോ സെയിം തിങ്. അപ്പൊ ഇമ്പാക്ട് ഓഫ് നോൺ ഫുഡ് റിപ്പോർട്ടിംഗ് ഒരു ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഡാറ്റ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. സോ ദെൻ ഹൗ ആർ പോവർട്ടി റേറ്റ്സ് കാൽക്കുലേറ്റഡ്? സോ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇനീഷ്യൽ കേസിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കലോറി ഇൻടേക്ക് മാത്രമാണ്. മീൻസ് ഒരു ഹൗസ് ഹോൾഡ് എടുക്കുന്നു, അവിടെ എത്രത്തോളം ഫുഡാണ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പാവപ്പെട്ടവനാണോ അല്ലയോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ അളവിനനുസരിച്ച് അപ്പൊ എത്രത്തോളം കലോറി ഇൻടേക്കിന് ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മളെ പോവർട്ടി ലൈൻ 1800 സംതിങ് റൂറൽ ഏരിയയിൽ കലോറി ഇൻടേക്ക് ആയിരിക്കണം. 2300 നമ്മൾ അർബൻ ഏരിയയിൽ നമ്മൾ കലോറി ഇൻടേക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരായിരുന്നു പോവർട്ടി ലൈനിന്റെ മുകളിൽ ആൾക്കാർ. അതിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ബിലോ പോവർട്ടി ലൈൻ. അങ്ങനെയായിരുന്നു ആദ്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് അതൊരു ഡിസാസ്റ്റിഫിക്കേഷൻ കൊണ്ടതിന് ശേഷം ടെണ്ടുൽക്കർ കമ്മിറ്റി കലോറി മാത്രം ടെണ്ടുൽക്കർ കമ്മിറ്റി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. അപ്പോയിന്റ്മെന്റ് ചെയ്തതിന് ശേഷം ആ ടെണ്ടുൽക്കർ കമ്മിറ്റി പുതിയ റിപ്പോർട്ടിംഗ് നൽകുകയാണ്. അപ്പം ദാറ്റ് മീൻസ് കലോറി മാത്രം എടുത്താൽ മാത്രം പോരാ, ഒരു പോവർട്ടി ലൈൻ നിങ്ങൾ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് ടെണ്ടുൽക്കർ കമ്മിറ്റി റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 2012 പ്ലാനിംഗ് കമ്മീഷൻ വീണ്ടും അടുത്തൊരു രംഗരാജൻ കമ്മിറ്റിയെ കൊണ്ടുവന്നു. ഓക്കെ, സോ രംഗരാജൻ കമ്മിറ്റി ടെണ്ടുൽക്കർ കമ്മിറ്റി പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള അപ്രോച്ചിലേക്ക് പോയി. ദാറ്റ് മീൻസ് ഇൻക്ലൂഡിങ് ഫുഡ്, അതുപോലെ തന്നെ ക്ലോത്തിങ്, അതർ പേഴ്സണൽ നീഡ്സ്, അതർ പേഴ്സൺ ബിലോങ്സ്, അപ്പൊ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ എടുത്തിരിക്കണം പോവർട്ടി ലൈനിന്റെ മുകളിലാണോ താഴെയാണോ എന്ന് അറിയാൻ വേണ്ടി. എസ്പെഷ്യലി നമുക്കറിയാം, നമ്മൾ ഓരോ വീടുകളിലും AC, അതുപോലെ തന്നെ കാറ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവർ ചെറിയൊരു സെറ്റപ്പ് അല്ലെങ്കിൽ കലോറി ഇൻടേക്ക് ഒക്കെ വളരെ വളരെ കുറവായിരിക്കും. അപ്പൊ രംഗരാജൻ കമ്മിറ്റി ഈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന നോൺ ഫുഡ് ഐറ്റംസിന്റെ കൺസെപ്ഷൻ കൂടി അല്ലെങ്കിൽ അതിന്റെ ഒരു കാൽക്കുലേഷൻ കൂടി നമ്മൾ എടുത്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ യൂസ് ഓഫ് പ്രൈസ് ഇൻഡെക്സസ്. അപ്പം ഇത് കാൽക്കുലേറ്റ് വേണ്ടിയിട്ടുള്ള പ്രൈസ് ഇൻഡെക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അപ്പൊ ഇത് എന്താണ് മെത്തേഡ് എന്നുള്ളത് നമ്മുടെ എക്കണോമിക് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു മെത്തേഡ് ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി. ദാറ്റ് മീൻസ് നമ്മുടെ ബേസ് ഇയർ പോവർട്ടി ലൈൻ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ബേസ് ഇയർ നിശ്ചയിക്കും. അപ്പൊ ബേസ് ഇയർ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ പോവർട്ടി ലൈൻ ആവശ്യമായിട്ടുള്ള ഡാറ്റാസുകൾ കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ 2011 ആയിരിക്കും നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു ബേസ് ലൈൻ എന്ന് പറഞ്ഞത്. 2011. അപ്പൊ 11നെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പോവർട്ടി ലൈനിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഇയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പോവർട്ടി ലൈൻ മീൻസ് ഇൻഫ്ലേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു ഇൻകം ജനറേഷൻ എങ്ങനെയാണ്. അപ്പൊ ഇൻഫ്ലേഷനെ ബേസ് ചെയ്തിട്ടാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുകൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമുക്ക് ഡയറക്റ്റ്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷനെ ബേസ് ചെയ്ത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല.
അപ്പൊ എന്താണ് ഇൻഫ്ലേഷൻ ബേസിൽ എന്ന് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് ഒരു 10 kg ഞാൻ തക്കാളി വാങ്ങാണ്. ഓക്കെ, 100 രൂപക്ക് വാങ്ങാണ്. സോ നാളെ ആവുന്ന സമയത്ത് ഇതേ 10 kg തക്കാളിക്ക് എനിക്ക് ഏകദേശം 150 രൂപ കൊടുക്കേണ്ടി വന്നു. സോ ഇന്നും എന്താണ് എന്റെ ഒരു സാലറി 500 രൂപയാണ് പെർ ഡേ. അന്ന് ഞാൻ വാങ്ങുന്ന സമയത്തും എന്റെ സാലറി പെർ ഡേ ആണ് 500. സോ ഇവിടെ എന്ത് സംഭവിച്ചു? ഫുഡ് ഐറ്റംസിന് ഇൻഫ്ലേഷൻ സംഭവിച്ചു, ബട്ട് എന്റെ സാലറി ഇൻഫ്ലേഷൻ സംഭവിച്ചില്ല. സോ ഈ ഒരു ചേഞ്ചിനനുസരിച്ചിട്ടാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും അതിന്റെ ബേസ് ചെയ്തും നമ്മുടെ പോവർട്ടി ലൈൻ കാൽക്കുലേഷൻ എടുക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം, ഇപ്പൊ ഇവൻതോ ആ ഒരു വീട്ടിലിരിക്കുന്ന ആൾക്ക് 10,000 രൂപ സാലറി ഉണ്ടായിരിക്കും. അപ്പം 10,000 രൂപ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പോവർട്ടി ലൈനിനെക്കാട്ടും ഹൈ ലെവലിലായിരിക്കും. ബട്ട് ആ ഒരു കാലഘട്ടത്തിൽ 10,000 രൂപ അല്ല, ഏകദേശം 20,000 രൂപ വേണം മിനിമം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാൽക്കുലേഷൻ റോങ് ആവില്ലേ? അപ്പൊ ഇതിനാണ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു പോവർട്ടി ലൈൻ കാൽക്കുലേഷൻസ് ആണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നിലവിലത്തെ കണ്ടീഷൻസിൽ അത്തരത്തിലുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എടുക്കുന്നതിലൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കണോമി ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ക്ലാസ്സിൽ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദെൻ വാട്ട് ഡസ് ദ ഡാറ്റ ഷോ അബൌട്ട് പോവർട്ടി റിഡക്ഷൻ അണ്ടർ ഡിഫറെന്റ് ഗവൺമെന്റ്സ്? ഇപ്പം UPA ഗവൺമെന്റ് 2004-2011 കാലഘട്ടത്തിൽ പോവർട്ടി 37.2% നിന്ന് 21.9% റിഡ്യൂസ്. ദാറ്റ് മീൻസ് ആനുവലി 2.2% എന്ന ലെവലില് പോവർട്ടി റിഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് UPA ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. ഇനി NDA ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 21.9%-ൽ നിന്ന് അറൌണ്ട് 6% കുറഞ്ഞു 2004-2011 പീരീഡിനകത്ത്. അത് ഏകദേശം 1.6% പെർ ഇയർ എന്ന ലെവലിലാണ് പോവർട്ടി റിഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ബേസിക്കലി നിങ്ങൾ ഇത് നോക്കുന്ന സമയത്ത് UPA ഗവൺമെന്റ് ആയിരുന്നു പോവർട്ടി റിഡക്ഷൻസ് കൊണ്ടുവന്നത്. നന്നായി പ്രൊഡക്റ്റ് റിഡക്ഷൻ കൊണ്ടുവന്ന് നമുക്ക് ഒരു പ്രൈമ ഫേസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് അങ്ങനെയല്ല, ഈ NDA ഗവൺമെന്റ് വന്ന സമയത്ത് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് ഒരു ബ്രോഡർ ആയിട്ടുള്ള വിഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം ഈ ഒരു രീതിയിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് ഡയറക്റ്റ്ലി നടത്താൻ പറ്റില്ല. ഓക്കെ, NDA പീരീഡും UPA പീരീഡും ജസ്റ്റ് നോക്കിയാൽ മതി. സോ വൈ ഇസ് ഇറ്റ് ഹാഡ് ടു ഡിറ്റർമിൻ വിച്ച് ഗവൺമെന്റ് റിഡ്യൂസ്ഡ് പോവർട്ടി മോർ? ഇതാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇതൊരു ഡിഫിക്കൽട്ട് ആണ്, കാരണം 1.6 NDA ഗവൺമെന്റ് കുറവായിരുന്നു, 2.2 UPA ഗവൺമെന്റ് കൂടുതലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ഉപയോഗിക്കുന്ന മെഷറിംഗ് ടൂൾസിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് ആണ്. ഒന്നാമത്തെ കാര്യം ടെമ്പറൽ മിസ് അലൈൻമെന്റ്. ഡാറ്റ കളക്ഷൻ പീരീഡ് എക്സാക്ട്ലി NDA ഗവൺമെന്റ് സമയത്താണെങ്കിലും UPA ഗവൺമെന്റ് സമയത്തും എക്സാക്ട്ലി നമുക്ക് കോയിൻസൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദാറ്റ് മീൻസ് കമ്പാരിസൺ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഡാറ്റ കളക്ഷൻ പീരീഡുകൾ ഇപ്പം NPA കാലഘട്ടത്തിൽ 5 വർഷത്തെ കാലഘട്ടമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ NDA കാലഘട്ടത്തിൽ ചിലപ്പോൾ 10 വർഷത്തെ പീരീഡ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവും. ഇത് കമ്പയർ ചെയ്യാൻ പറ്റും ഇല്ല. ഇത് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ചേഞ്ചിങ് സർവേ മെത്തേഡ്സ്. നമുക്കറിയാം ഇനീഷ്യൽ സ്റ്റേജിന്റെ അകത്ത് നമ്മൾ കലോറി ഇൻടേക്ക് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം MMRP മെത്തേഡ്, നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന MMRP മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡുകൾ MMRP, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യനെയർ തുടങ്ങിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ട് ഈ ഒരു കമ്പാരിസൺ കലോറി ഇൻടേക്കും അതുപോലെ തന്നെ ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ദെൻ നെക്സ്റ്റ് ഇമ്പാക്ട് ഡിലേ. ആന്റി പോവർട്ടി മെഷേഴ്സ് ഗവൺമെന്റ് കൊണ്ടുവന്നാൽ പോലും ആ ഒരു ആന്റി പോവർട്ടി മെഷേഴ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആന്റി പോവർട്ടി മെഷേഴ്സ് എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് മേക്ക് ചെയ്യുന്നത് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ദാറ്റ് മീൻസ് ആന്റി പോവർട്ടി മെഷേഴ്സ് നമ്മൾ നൽകി. ഇപ്പൊ ഗവൺമെന്റ് പല തരത്തിലുള്ള സ്കീമുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ആ സ്കീമിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടി പോവർട്ടി റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സുപ്രഭാതത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ടെന്യൂറിനെ ബേസ് ചെയ്ത് ഇപ്പം UPA ഗവൺമെന്റ് അവരുടെ ആ കാലഘട്ടത്തിൽ അവർ ഇറക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം എന്ന് കരുതാം, ടെക്സ് നൽകുന്ന പ്രോഗ്രാം സ്കീം. ആ ഒരു പ്രോഗ്രാം സ്കീം ഇറക്കി അതിനുശേഷം അവർക്ക് 5 വർഷമായിരിക്കും ടെന്യൂർ. ബട്ട് ആ ഒരു പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന 10 വർഷത്തിന് ശേഷമാണ്, 10ാമത്തെ വർഷം വരുന്നതായിരിക്കും NDA ഗവൺമെന്റ് ആയിരിക്കും അല്ലെ. അപ്പം ബേസിക്കലി NDA ഗവൺമെന്റ് പീരീഡിലാണ് ഈ റിഡക്ഷൻ കൊണ്ടുവന്നത് പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഏത് ഗവൺമെന്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ളത്. പിന്നെ നിയർ പോവർട്ടി റിഡക്ഷൻ ചലഞ്ചസ്. ഇപ്പം പോവർട്ടി റേറ്റ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 37.2% ഏകദേശം 6% പോവർട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇനിയും വീണ്ടും ഇത് റെഡ്യൂസ് ചെയ്ത് നമുക്ക് ഡിഫിക്കൽട്ട് ആയ മെത്തേഡാണ്. ദാറ്റ് മീൻസ് പെർസെന്റേജ് കമ്പാരിസൺ നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് മീൻസ് പോവർട്ടി റിഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മോശമെന്നല്ല, നല്ല കാര്യമാണ്. ബട്ട് പെർസെന്റേജ് വൈസ് നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതും നിങ്ങൾക്കൊരു ട്രിക്കി ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. ജസ്റ്റ് അത് മാത്രമല്ല, പെർസെന്റേജ് വൈസ് നമുക്ക് കമ്പാരിസൺ ഡിഫിക്കൽട്ട് ആണെന്ന് മാത്രം ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ,
ഡിഫറെന്റ് അപ്രോച്ചസുകൾ ഡിഫറെന്റ് അപ്ഡേറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ പോർട്ടിയിൽ അതിന് ഡിഫറെന്റ് രീതിയിലാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നിലവിലുള്ള ഒരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാലിഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ്സുകൾ, പെർസീവ്ഡ് ആയിട്ടുള്ള എഫക്റ്റീവ്നെസ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് പോവർട്ടി അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നടത്തുന്നതിലൂടെ നമുക്ക് എന്ത് സാധ്യമാവും? അപ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ലഭിക്കും. ഇപ്പൊ മുൻ കാലഘട്ടത്തിലുള്ള ഗവൺമെന്റ് ആണെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെന്റിന്റെ ബേസിലായിരുന്നില്ല പോവർട്ടി ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടും കമ്പാരിസൺ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് വേണമെങ്കിൽ പറയും. സോ അത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾസിൽ മനസ്സിലാക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇഷ്യൂ വിത്ത് ജുവനൈൽ ഡിറ്റൻഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത് ചിൽഡ്രൻസ്, എന്തെങ്കിലും ഒരു കേസിൽ ചിൽഡ്രൻസ് അക്യൂസ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഡിറ്റൻഷൻ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർ പലപ്പോഴും ഈ ഒരു അഡൽട്ട് പ്രിസൺസിലേക്ക് അല്ലെങ്കിൽ വലിയവർ നിൽക്കുന്ന ജയിലുകളിലേക്ക് കടത്താറുണ്ട്. ദാറ്റ് മീൻസ് ചെറിയ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരെങ്ങോട്ട് കൊണ്ടുപോകണം? അവരെ ബേസിക്കലി ജുവനൈൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ജുവനൈൽ ഹോംസിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, അല്ലെ? അപ്പം അതിന് പകരമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് പേരെ ഈ ഒരു അഡൽട്ട് പ്രിസൺസിലേക്ക്, ദാറ്റ് മീൻസ് വലിയ ആളുകൾക്ക് നിൽക്കുന്ന ജയിലുകളിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ തെറ്റായിട്ടോ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് നമ്മുടെ ഇന്ത്യൻ ജുവനൈൽ ജസ്റ്റിസ് ലോസിന് അതൊന്ന് വളരെ വലിയൊരു ഫ്ലോസ് ആണെന്നാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു സിസ്റ്റമിക് ഫ്ലോ ആണ് ഇവിടെ ആർട്ടിക്കിൾസിൽ ഓതർ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, വാട്ട്സ് ഇഷ്യൂ വിത്ത് ജുവനൈൽ ഡിറ്റൻഷൻ ഇൻ ഇന്ത്യ. ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡിറ്റൻഷൻ, ജുവനൈൽ ഡിറ്റൻഷനിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡിറ്റൻഷൻ, ദാറ്റ് മീൻസ് ചിൽഡ്രൻസ് എന്തെങ്കിലും കേസുകളിൽ അക്യൂസ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പോലും അവരെ അഡൽട്ട് പ്രിസൻസിലാണ് കൊണ്ടുപോകുന്നത്. ദാറ്റ് മീൻസ് അത് ജുവനൈൽ ജസ്റ്റിസ് ലോന്റെ വയലേഷൻ ആണ് എന്നാണ് പറയുന്നത്. പിന്നെ സ്റ്റഡി ഫൈൻഡിങ്സുകൾ പറയുന്നത് 2016 അതുപോലെ തന്നെ 21 കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐപ്രോ ബോനോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അതോറിറ്റി ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം 9681 ചിൽഡ്രൻസ് പ്രിസൻസിൽ നിന്ന്, അഡൽട്ട് പ്രിസൻസിൽ നിന്ന് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് അത്രയും 50,651 കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു അഡൽട്ട് പ്രസന്റ് ഉണ്ടായിരുന്നത്, വലിയ ആളുകളുടെ പ്രസന്റ് ഉണ്ടായിരുന്നത്. അവരെ ആക്ച്വലി ജുവനൈൽ ഹോംസിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നത്. ലീഗൽ ഫ്രെയിംസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2015 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, JJ ആക്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചെന്താണ്? ഡീറ്റെയിനിങ് ചിൽഡ്രൻസ് ഇൻ അഡൽട്ട് പ്രിസൻസ്. 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പറയുന്നത് കുട്ടികളെ അഡൽട്ട് പ്രിസൻസിൽ ഡിറ്റെയിൻ ചെയ്യാൻ പാടില്ല. അവർക്ക് വ്യക്തമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്, ജുവനൈൽ ഹോംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഹോം ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റെവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് മാത്രമേ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും അഡൽട്ട് പ്രിസണിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ആ ആക്ടിൽ പറയുന്നുണ്ടായിരുന്നു. ലീഗൽ ഫ്രെയിംവർക്കിന്റെ വയലേഷൻസ് ആണ് ഇപ്പൊ റീസെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കണ്ടിന്യൂഡ് ആയിട്ടുള്ള വയലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017-19 കാലഘട്ടത്തിൽ, വെറും 2017-19 കാലഘട്ടത്തിൽ ഏകദേശം 75 ജുവനൈൽസിന്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അഡൽട്ട് പ്രിസണിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എവിടെ? ഹരിയാന, പഞ്ചാബ്, കർണാടക പോലുള്ള സ്റ്റേറ്റ്സുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75ഓളം കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇവിടെ കാണാൻ പറ്റി വലിയ ആളുകൾ നിൽക്കുന്ന അഡൽട്ട് പ്രിസൻസിലാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് കണ്ടിന്യൂഡ് ആയിട്ട് വീണ്ടും വീണ്ടും ആ ഒരു കാര്യം വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിസ്റ്റമിക് ഇഷ്യൂ എന്താണ് ഇവിടെ പറയുന്നത്? പോലീസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു സിസ്റ്റമിക് മെഷേഴ്സിന്റെ ഇഷ്യൂസിലാണ്. അപ്പൊ പലപ്പോഴും പോലീസാണ് ഈ മിസ്പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ ചിൽഡ്രൻസിന്റെ ഏജ് അവിടെ പോലീസ് മിസ്പ്രസന്റ് ചെയ്യും. കോർട്ടിന്റെ മുന്നിലോ ജഡ്ജസിന്റെ മുന്നിലോ 18 വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞു എന്നിട്ട് ഒരു അഡൽട്ട് കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടാണ് അഡൽട്ട് പ്രസന്റിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അവരുടെ ഒരു ലീഗൽ റൈറ്റ്സ്, അവർക്ക് ആവശ്യമായ ലീഗൽ റൈറ്റ്സ് അവിടെ വയലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഗൽ റെപ്രസെന്റേഷൻസ്, എസ്പെഷ്യലി 17 വയസ്സ് കഴിഞ്ഞു 6 മാസമായിരിക്കുന്ന ഒരാളെന്ന് കരുതാം. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ഏകദേശം ഒരു 6 മാസമൊക്കെ ഡിലേ ചെയ്യുക അല്ലെങ്കിൽ മിസ്പ്രസന്റ് ചെയ്യുക, കേസുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏജ് മിസ്പ്രസന്റ് ചെയ്യാൻ തുടങ്ങിയിരുന്ന കാര്യങ്ങളിലൂടെ അഡൽട്ട് പ്രസന്റിലേക്ക് എത്തിക്കാനുള്ള പോലീസിന്റെ ആക്ടിവിറ്റികളും, ദാറ്റ് മീൻസ് അതാണ് സിസ്റ്റമിക് ഇഷ്യൂസ് എന്ന് പറയുന്നത്. നോക്കാം, വാട്ട് ആർ ദ ഗ്യാപ്സ് ഇൻ ദ ലീഗൽ സിസ്റ്റം. അപ്പം എന്തൊക്കെയോ ഒരു ഗ്യാപ്സിന് മുഖേനയാണ് അവരെ ഇത്തരത്തിലുള്ള റെപ്രസെന്റേഷനിലൂടെ ഒരു അഡൽട്ട് പ്രസൻസിലേക്ക് കൊണ്ടുപോകുന്നത്. സോ എന്താണ് നോക്കാം, വാട്ട് ഇസ് എ ലാക്ക് ഓഫ് ലീഗൽ റെപ്രസെന്റേഷൻ മീൻസ്. അപ്പൊ ഒരുപാട് ചിൽഡ്രൻസ് അവരുടെ ലോയേഴ്സിനെ മീറ്റ് ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ ഡിറ്റൈൻ ചെയ്ത് നമ്മളെ ലോയർ മീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. അപ്പൊ ലോയേഴ്സിനെ മീറ്റ് ചെയ്യുന്നത് പ്രിസൺ, അതായത്
ജയിലിൽ അടക്കപ്പെട്ടതിന് ശേഷം വിത്തിൻ 1 or 2 വീക്സിന് ശേഷം മാത്രമാണ് അവിടെ ലോയേഴ്സിന് അവർക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കാറുള്ളൂ. ദാറ്റ് മീൻസ് അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള, നിയമത്തിന് മുന്നേ അവരുടെ കാര്യങ്ങൾ വെച്ച് ഡിഫെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രൊസീജിയറൽ ഗ്യാപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസുകളില്ല. ദാറ്റ് മീൻസ് ഇപ്പം പോലീസ് അക്യൂസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻ അല്ലെങ്കിൽ ചൈൽഡ്, ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ക്വസ്റ്റ്യനിങ് ഏരിയാസിന്റെ അകത്ത് ഈ ഒരു ചിൽഡ്രനിന്റെ ലോയർ പ്രസന്റ് ആവണം. പോലീസ് ക്വസ്റ്റ്യനിങ് ടൈമിൽ ലോയർ പ്രസന്റ് ആവണം എന്ന് പറയാറുണ്ട്. സോ അതൊന്നും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് വരെ നൽകിയിട്ടുണ്ട്. ഒരു കുട്ടീനെ ഒരു പോലീസുകാരൻ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടീനെ ഡിഫെൻഡ് ചെയ്യുന്ന ലോയർ അവിടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറയാറുണ്ട്. ബട്ട് അതൊന്നും ഇവിടെ പാലിക്കുന്നില്ല. അതാണ് നമുക്ക് പ്രൊസീജിയറൽ ഗ്യാപ്സ് എന്ന് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഫൈനലി ദ ഡിലേഡ് ജസ്റ്റിസ്. അപ്പം റെഗുലർ ഇൻസ്പെക്ഷൻസ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ റെഗുലർ ഇൻസ്പെക്ഷൻസ് ആവശ്യമായിട്ടുണ്ട്. ഇത്തരം അഡൽട്ട് പ്രിസൺസിലുള്ള ആളുകൾ ചെറിയ കുട്ടികളാണോ എന്ന് അറിയാൻ വേണ്ടി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒരു റെഗുലർ ഇൻസ്പെക്ഷൻ ആവശ്യമായിട്ടുണ്ട്. ബട്ട് അത്തരത്തിലുള്ള ഇൻസ്പെക്ഷൻസ് ഇവിടെ റെഗുലർലി കണ്ടക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വയലേഷൻസ് വീണ്ടും വീണ്ടും ഈ ഒരു വയലേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ സിനാരിയോയിൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ജുവനൈൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് ടു ഗവേണൻസ് ലോസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബോഡീസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്. ഇവിടെ നമുക്ക് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വൾണറബിൾ സെക്ഷൻസ് ആണ്. വൾണറബിൾ സെക്ഷൻസ് എന്ന് ബേസിക്കലി പറയുന്ന സമയത്ത് നിങ്ങൾ ആർട്ടിക്കിൾസ് നോക്കുക. വുമൺ, അതുപോലെ തന്നെ ഫിസിക്കലി ചാലഞ്ച്ഡ് പീപ്പിൾസ്, അതുപോലെ തന്നെ അണ്ടർ പ്രിവിലേജ്ഡ് കാറ്റഗറി, ദാറ്റ് മീൻസ് ട്രൈബൽ കാറ്റഗറി, അതുപോലെ തന്നെ ഏർലി ഏജ് ചിൽഡ്രൻസ്. അപ്പോൾ ഇത്തരം ആളുകളുടെ ന്യൂസുകളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ഈ ഒരു അൺവൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കും. നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2014 2023 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു റിസർച്ച് വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 2017-20 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് വർക്കാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് വൾണറബിൾ സെക്ഷൻസ് പോലെയുള്ള ഇത്തരം ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെയധികം UPSC ചോദിച്ചു വരുന്നുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും വിട്ടുകളയരുത്. നമുക്ക് ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ ആലോചിക്കുക. സ്മാർട്ട് വർക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് എന്തെങ്കിലും പഠിച്ചു പോകുന്നില്ല. എക്സാമിന് ആവശ്യമായ കാര്യങ്ങൾ പഠിക്കുക, അതിനാവശ്യമുള്ള കണ്ടന്റുകൾ, അതിനാവശ്യമുള്ള എക്സാമ്പിൾസും കണ്ടെത്തിയിട്ട് എഴുതാൻ ശ്രമിക്കുക, ടെംപ്ലേറ്റുകൾ മേക്ക് ചെയ്യുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ദ പ്രിലിംസ് ബേസ്ഡ് ആർട്ടിക്കിൾ. ദ ഫസ്റ്റ് ആർട്ടിക്കിൾ, റീകോംബിനന്റ് പ്രോട്ടീൻസ്. അപ്പം സയൻസ് ആൻഡ് ടെക്നോളജിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ റീകോംബിനന്റ് പ്രോട്ടീൻസ് എന്താണ്? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോട്ടീൻസുകൾ എന്താണ് നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പൊ പ്രോട്ടീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പ്രോട്ടീൻ ഇസ് എ ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾ ദാറ്റ് ഇസ് എ കീ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്. അപ്പം നമ്മുടെ ലൈഫിന്റെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് ആണ് പ്രോട്ടീൻസ്. ഇപ്പൊ പ്രോട്ടീൻസ് മേഡാണ് നമ്മുടെ പലതും മേക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെ? നമ്മുടെ മസിൽസ് ആയിക്കോട്ടെ, പ്രോട്ടീൻസിന്റെ ഡിഫറെന്റ് ഷേപ്പുകളിലെ അറേഞ്ച്മെന്റ്സ് ആണ് നമ്മുടെ ശരീരം എന്ന് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത്. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് നമ്മളറിയാലോ. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് പ്രോട്ടീൻ അടിക്കുന്നതിനാണ് നമ്മുടെ മസിൽസിന് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, മസിൽസ് കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബയോളജിക്കൽ സിസ്റ്റത്തിനകത്ത് പ്രോട്ടീൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫെസിലിറ്റേറ്റർ ആണ്. പ്രോട്ടീൻസ് ഫെസിലിറ്റേറ്റ് മോസ്റ്റ് ബയോളജിക്കൽ പ്രോസസ്സിംഗ് സെൽ ഇൻക്ലൂഡിംഗ് ജീൻ എക്സ്പ്രഷൻ, സെൽ ഗ്രോത്ത്, പ്രോലിഫറേഷൻ, ന്യൂട്രിയന്റ് അപ്ടേക്ക്, ഇന്റർസെല്ലുലർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അപ്പോറ്റോസിസ്. അപ്പം എന്തൊക്കെയാണ് പ്രോട്ടീൻസ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമുക്ക് ഒരുപാട് സെല്ലുകളാണ്, അല്ലെ? അപ്പം സെല്ലിന്റെ അകത്തുള്ള ജീൻ എക്സ്പ്രഷൻസ്, നമ്മളെ ജെനറ്റിക്സ് എങ്ങനെയായിരിക്കണം, ആ സെല്ലിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതിന്റെ പ്രോലിഫറേഷൻ, അത് ഒരു കൂടാനുള്ള പ്രോലിഫറേഷൻസ്, ന്യൂട്രിയൻസ് നമ്മൾ അപ്ടേക്ക് ചെയ്യുന്നത് ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക. ഇന്റർ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സെല്ലുകൾക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പ്രോട്ടീൻസ് കഴിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെല്ലിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്, മസിൽസ് സെല്ലിന്റെ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി സിന്തസിസ് ബ്ലൂ പ്രിന്റ് ആണ്. മറ്റൊരു രീതിയിലൊക്കെ ഇതൊരു ബ്ലൂ പ്രിന്റ് ആണ്. ബ്ലൂ പ്രിന്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് ഇസ് സ്റ്റോർഡ് ഇൻ DNA. നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് DNA ലാണ്. നമ്മുടെ DNA സ്ട്രക്ചറിലാണ് നമ്മുടെ പ്രോട്ടീൻ സ്ട്രക്ചർ ഒക്കെ, അല്ലെങ്കിൽ പ്രോട്ടീൻസ് എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. മീൻസ് വിച്ച് സെർവ് ആസ് എ ടെംപ്ലേറ്റ് ഫോർ റെഗുലേറ്റഡ് ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ് ടു പ്രൊഡ്യൂസ് മെസഞ്ചർ RNA. അപ്പം ദാറ്റ് മീൻസ് ഈ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം മെസഞ്ചർ RNA എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്തെങ്കിലും ഒരു ഫോറിൻ പാത്തജനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് മെസഞ്ചർ RNA എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്തരം ഈ ഒരു ഏരിയാസിനകത്ത് ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ DNA സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ ആക്ടിവേറ്റ് ആവും, സെല്ലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സെല്ലിനോട് പറയും, ഓക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിനോട് പറയും നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്,
അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ആളെ പറഞ്ഞു വിടുന്ന ഒരാളായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ പ്രോട്ടീൻ സ്ട്രക്ചർ ആണ്. നമുക്കിവിടെ നോക്കാം എന്താണ് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞത്. റീകോംബിനന്റ് പ്രോട്ടീൻസ് കൊണ്ട് ഉദ്ദേശിച്ചുള്ളത്. സോ റീകോംബിനന്റ് പ്രോട്ടീൻസ് ദേ ആർ പ്രോട്ടീൻസ് ദാറ്റ് ആർ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ് ബൈ introducing specific gene, that means recombinant DNA, into host organism such as bacteria or yeast. These genes instruct the host organism to manufacture desired proteins. അപ്പൊ റീകോംബിനന്റ് പ്രോട്ടീൻസ് എന്ന് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു പ്രോട്ടീൻസുകൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പ്രോട്ടീൻസ് ഡെവലപ്പ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായ രീതിയിലുള്ള പ്രോട്ടീൻസ് ഏതാണോ വേണ്ടത് അതുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് ജീൻസ്. അപ്പം റീകോംബിനന്റ് DNA നമ്മൾ എങ്ങോട്ട് കൊടുക്കും? ഇതുള്ള എലിയുടെ മുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ മുകളിലോ നമ്മൾ എന്താണ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ഹോസ്റ്റ് ഇവിടെ പറഞ്ഞിട്ട് ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റിന്റെ മുകളിൽ നമ്മളിത് ഹോസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ഓർഗാനിസിന്റെ മുകളിൽ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ജീൻസ്, ഈ ഒരു ജീൻസ് ഈ ഒരു ഹോസ്റ്റ് ഓർഗാനിസിനെ ഇൻസ്ട്രക്ട് ചെയ്യും. എന്ത്? ഒരു ഡിസൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓർഗാനിസത്തിനെ എന്താണ് ഇൻസ്ട്രക്ട് ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓർഗാനിസിനകത്ത് ബാക്ടീരിയ ആയിക്കോട്ടെ ഈസ്റ്റ് ആയിക്കോട്ടെ അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഡെവലപ്പ് ചെയ്ത് കിട്ടും. So type of the recombinant proteins, there are various types of based on their application and production methods. Some of the well-known recombinant proteins types are interferons, recombinant hormones, tumor necrosis factor, etc. Okay, tumor necrosis and tumor necrosis factor. So examples നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾസ് ഓഫ് റീകോംബിനന്റ് പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ഹ്യൂമൻ ഇൻസുലിൻ ഫോർ ഡയബറ്റീസ്. നമ്മുടെ ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഇഞ്ചക്ഷൻ ചെയ്യുന്ന, അതുപോലെ ഹ്യൂമൻ ഗ്രോത്ത് ഫാക്ടർ ഫോർ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി, ഫാക്ടർ 8 ഫോർ ഹിമോഫീലിയ ആൻഡ് തെറാപ്യൂട്ടിക് മോണോക്ലോണൽ ആന്റിബോഡീസ് ഫോർ ട്രീറ്റിംഗ് ക്യാൻസർ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ ലൈക്ക് SARS-CoV-2. അപ്പൊ ഇതൊക്കെ റീകോംബിനന്റ് പ്രോട്ടീൻസ് ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് SARS-CoV-2 എന്ന് പറഞ്ഞിട്ടുള്ളത് COVID-19 വൈറസ് ആണ്. അതൊരു റീകോംബിനന്റ് പ്രോട്ടീൻസ് ആയിരുന്നു. അപ്പൊ പല ജീൻസ് എത്തുന്ന സമയത്ത് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ അത് പലതരത്തിൽ മ്യൂട്ടേറ്റ് ചെയ്യാനും പ്രോളിഫറേറ്റ് ചെയ്യാനും കപ്പാസിറ്റി ഉള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മൾ എപ്പോഴും കേട്ടൊരു കാര്യമാണല്ലേ റീകോംബിനന്റ് പ്രോട്ടീൻ. ഇത് പ്രോട്ടീൻ സ്ട്രക്ചർ ആണെന്ന് പലപ്പോഴും നമ്മൾ കോവിഡ് ടൈമിൽ കേട്ടൊരു കാര്യമാണ്. സോ അതും ഒരു റീകോംബിനന്റ് പ്രോട്ടീൻ ആയിരുന്നു. പ്രോട്ടീൻസ് നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. അപ്പൊ അന്ന് വന്നിരിക്കുന്ന പ്രോട്ടീൻസ് ചീത്തയായിരുന്ന ഒരു ഫോറിൻ പാത്തജൻ ആയിട്ട് നമ്മുടെ ശരീരത്തിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് നമ്മുടെ ഫാറ്റാലിറ്റി കൂടുതലും കാരണമായത്. ഓഫ് പ്രൊഡക്ഷൻ നോക്കാം. റീകോംബിനന്റ് പ്രോട്ടീൻസ് productions involve inserting a modified gene into a suitable process like vector like plasmid and transferring into host cell like bacteria yeast. It involves, that means നമ്മൾ ബേസിക്കലി പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു ജീനിനെ നമ്മളൊരു വെക്ടർ, ദാറ്റ് മീൻസ് ഒരു വെക്ടർ ആക്കി മാറ്റിയിട്ട് അതിനെ ഹോസ്റ്റ് സെല്ലിലേക്ക് നമ്മൾ കൊടുക്കും. ദാറ്റ് മീൻസ് ബാക്ടീരിയയിലോ ഈസ്റ്റിലേക്കോ നമ്മൾ അത് കൊടുക്കും ആ ഒരു ജീനിന്. ആൻഡ് അതിനുശേഷം ഇതിന് ഒരുപാട് പ്രോസസ് ഉണ്ട്. ഇൻസേർട്ട് ജീൻസ്, എ ജീൻ ഇസ് മോഡിഫൈഡ് ആൻഡ് ഇൻസേർട്ട് ഇൻ വെക്ടർ. ഇവിടെ വെക്ടർ എന്ന് വെച്ചാൽ എലിയാണെന്ന് കരുതാം. എലിയിലേക്ക് ഞാൻ മോഡിഫൈ ചെയ്തിരിക്കുന്ന ജീൻ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നു, ട്രാൻസ്ഫർ ടു സെൽ. അപ്പൊ ആ ഒരു വെക്ടർ ഇൻട്രൊഡ്യൂസർ ഇൻ ടു ഹോസ്റ്റ് സെൽസ്. അപ്പം ആ ഒരു വെക്ടർ ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എലിയാണെങ്കിൽ അതിന്റെ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അവിടുന്ന് സെൽ ഗ്രോത്ത് നടക്കുന്നു. ദീസ് സെൽസ് ആർ ഗ്രോൺ കൾച്ചർ അണ്ടിൽ ദേ റീച്ച് ഹൈ കോൺസെൻട്രേഷൻ. ദെൻ ഹാർവെസ്റ്റിംഗ്. ആഫ്റ്റർ ഗ്രോയിങ് ദ സെൽസ് ആർ ഹാർവെസ്റ്റഡ് ടു ഒബ്റ്റെയിൻ ദ റീകോംബിനന്റ് പ്രോട്ടീൻസ്. സോ ഹൈ കോൺസെൻട്രേഷനിൽ സെല്ല് ഗ്രോത്ത് ചെയ്യുന്നു, പ്രോട്ടീൻസുകൾ മേക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അതിൽ നിന്ന് റീകോംബിനന്റ് പ്രോട്ടീൻസ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അപ്ലിക്കേഷൻ ഓഫ് റീകോംബിനന്റ് പ്രോട്ടീൻസ് നോക്കുകയാണെങ്കിൽ ബയോമെഡിക്കൽ റിസർച്ച് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹെൽത്ത് ആൻഡ് ഡിസീസ് മെക്കാനിസംസ്, ബയോതെറാപ്യൂട്ടിക്സ് എംപ്ലോയ്ഡ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ബയോതെറാപ്യൂട്ടിക് പ്രൊഡക്ട്സ്, പ്രോട്ടീൻ ബേസ്ഡ് പോളിമേഴ്സ്. ദേ ആർ ഓൾസോ യൂട്ടിലൈസിംഗ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം പ്രോട്ടീൻസുകൾ, വ്യക്തമായിട്ടുള്ള പ്രോട്ടീൻസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻടേക്ക് ചെയ്യാണ്. ഡ്രഗ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീൻസ് അറിയാം എവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്. ഡിസീസ് ട്രീറ്റ്മെന്റ്, പ്രൊഡ്യൂസ് ആന്റിബോഡീസ് ആൻഡ് എൻസൈംസ്. നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഒക്കെ മേക്ക് ചെയ്യുന്നത് ഈ പ്രോട്ടീൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ടിഷ്യൂ എഞ്ചിനീയറിംഗ് പ്രൊവൈഡ്സ് പ്രോട്ടീൻസ് സ്കാഫോൾഡ്സ് ഫോർ ടിഷ്യൂ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്. മൊത്തം ഡിഫിക്കൽട്ട് എന്നുള്ള റീകോംബിനന്റ് പ്രോട്ടീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മോഡിഫൈ ചെയ്തിരിക്കുന്ന ജീനിനെ ഒരു വെക്ടറിലേക്ക് ആഡ് ചെയ്ത് അതൊരു ഹോസ്റ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നിന്നൊരു സെല്ല് ഗ്രോത്ത് ആവുന്നു. ആ സെല്ലിൽ നിന്ന് നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഒരു ജീനിനെ നമ്മൾ എന്തിനു കൊടുക്കുന്നു? നിങ്ങൾ പാമ്പിൻ വിഷയൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? കുതിരയിലാണെന്ന് പാമ്പിൻ വിഷം കുത്തി വെക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഒരു ആന്റിബോഡീസ് മേക്കും. ആ ആന്റിബോഡീസ് അതിന്റെ ബ്ലഡ് കളക്ട് ചെയ്ത് അതിന്റെ പ്ലാസ്മ വേർതിരിച്ച് ആ ആന്റിബോഡീസ് വെച്ചിട്ടാണ് ആന്റിവെനംസ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ പ്രോട്ടീൻസ് മേക്ക് ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ, ക്രയോണിക്സ് പ്രാക്ടീസ് ഫോർ ഫ്രീസിംഗ് ഹ്യൂമൻ ബോഡി. സോ ഇനി വരും കാലഘട്ടങ്ങളിൽ നമ്മൾ കാണാതിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇത് ലൈമിറ്റിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ക്രയോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഡെഡ് ആയിരിക്കുന്ന ശരീരം ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു പ്രക്രിയയാണ്. ദാറ്റ് മീൻസ് അറൌണ്ട് ഒരു -196
ഡെഡ് ആയിരിക്കുന്ന ഒരു ശരീരം പ്രിസർവ് ചെയ്ത് വെക്കും. അപ്പൊ എന്തിനാണ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത് വെച്ചാൽ ഫ്യൂച്ചറിൽ നമ്മളെ ടെക്നോളജി വളരുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവരെ ജനിപ്പിക്കാൻ സാധിക്കും, തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇവരെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. അറൗണ്ട് 100ഓളം ഇത്തരത്തിലുള്ള ബോഡീസ് ഇപ്പൊ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഓസ്ട്രേലിയയിലാണ് ഈ ഒരു ആക്ടിവിറ്റി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണ് ക്രയോണിക്സ് എന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So the practice of freezing an individual who has died to revive in future is known as cryonics. അത് പറഞ്ഞത് അപ്പൊ ക്രയോണിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ വേർഡ് ആണ് ചോദിക്കുന്നത്. എന്താണ് ക്രയോണിക്സ് എന്നുള്ള വേർഡ്? ക്രയോണിക്സ് എന്നുള്ള വേർഡ് എന്ന് വെച്ചാൽ ബേസിക്കലി മരിച്ച ഒരാളെ ഫ്രീസ് ചെയ്ത് വെക്കുന്നു, ഫ്യൂച്ചറിൽ അവരെ റിവൈവ് ചെയ്തെടുക്കും എന്നൊരു ഉദ്ദേശത്തിലൂടെ. അപ്പൊ ക്രയോണിക്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്സ് ക്രയോസ് മീനിങ് ഐസി കോൾഡ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ക്രയോണിക്സ് എയിംസ് ടു സേവ് ലൈവ്സ് ബൈ പ്രിസർവിംഗ് ഇൻഡിവിജ്വൽസ് at extremely low temperature until future medical technologies can restore them to full length. ഭാവിയിൽ ഒരു ടെക്നോളജി വരുമെന്ന് പ്രതീക്ഷിച്ച് അവരെ സേവ് ചെയ്ത് വെക്കാം. Individuals in this state are referred as cryopreserved patients, as cryonists do not consider them truly dead. അവര് കംപ്ലീറ്റ്ലി മരണപ്പെട്ടു എന്ന് പറയില്ല, ബട്ട് അവരെ ക്രയോപ്രിസർവ്ഡ് പേഷ്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രോസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ cryonic preservation can only be performed after an individual has been legally declared dead. ലീഗലി അവർ ഡെഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ദ പ്രോസസ് ബിഗിൻ ഷോർട്ട്ലി ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷം വിത്ത് ദ ബോഡി ബീയിങ് പാക്ഡ് ഇൻ ഐസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻ ദി ക്രയോണിക് ഫെസിലിറ്റി. ഐസിൽ പാക്ക് ചെയ്ത് അവർ ഈ ഒരു ഫെസിലിറ്റേഷൻ സെന്ററിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് അവരുടെ ബ്ലഡ് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ചെയ്തതിനു ശേഷം ആന്റി ഫ്രീസ് ആൻഡ് ഓർഗൻ പ്രിസർവിംഗ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ക്രയോ പ്രൊട്ടക്റ്റീവ് ഏജൻസികൾ അവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. ബ്ലഡിന് പകരം അത് ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പൊ ശരീരത്തിൽ ഇന്റേണൽ ഓർഗൻസിന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അവരുടെ ആ ഒരു വിട്രിഫൈഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ബോഡി ഒരു ചേംബറിലേക്ക് സൂക്ഷിക്കുന്നു. അവിടെ ലിക്വിഡ് നൈട്രജൻ, ഇതൊരു ലിക്വിഡ് നൈട്രജൻ ആയിരിക്കും, ലിക്വിഡ് നൈട്രജൻ ഫില്ല് ചെയ്തിരിക്കുന്ന ചേംബറിലേക്ക് സൂക്ഷിക്കുന്നു അറൌണ്ട് -196°C. അപ്പൊ കറന്റ് ഫ്യൂ 100 ബോഡീസ് ഹാവ് ബീൻ ഫ്രോസൺ ത്രൂ ക്രയോണിക്സ്. കുറച്ച് മാത്രമേ ഇപ്പം നിലവിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. PSC സിലബസ് സയൻസ് ആൻഡ് ടെക്നോളജി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ വാട്ട് ഇസ് ക്രയോണിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രോസസ്സും ജസ്റ്റ് അറിയാൻ ശ്രമിക്കാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ ആൻഡ് ഫൈനൽ ആർട്ടിക്കിൾ, കനോപ്പി ബ്രിഡ്ജസ് ഫോർ ഗിബൺസ് ഇൻ ആസാം. അപ്പൊ ഗിബൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം എയ്പ്സ് ആണ്. എയ്പ്സ് വർഗത്തിന്റെ അകത്തുള്ള ഏറ്റവും ചെറിയ കുരങ്ങുകളെയാണ് നമ്മൾ ഗിബൺസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു കനോപ്പി ബ്രിഡ്ജസ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ ഏരിയയിൽ ഇത്തരത്തിലുള്ള റെയിൽവേസ്, അപ്പം ഇവിടെ നിന്നുണ്ടാവുന്ന കുരങ്ങുകൾ ഗിബൺസിന്റെ കുരങ്ങ് വർഗത്തിൽ വരുന്ന ചെറിയ എയ്പ്സുകളാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് അവരുടെ നാച്ചുറൽ വേ ആണ് നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് എന്ത് കൊടുക്കുന്നു? അവിടെ ഒരു കനോപ്പി ബ്രിഡ്ജസ് ഇതുപോലുള്ള എന്താണ് കെട്ടിക്കൊടുക്കും. അപ്പം ഒരു കയറ് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിനെ പിടിച്ച് അങ്ങോട്ടേക്ക് ഇപ്പോൾ അവരുടെ നാച്ചുറൽ വേ കട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ട്രെയിൻ അടിച്ച് മരണപ്പെടുന്നതൊക്കെ കുറക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് കനോപ്പി ബ്രിഡ്ജസുകൾ നോക്കുന്നത്. നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോവാം. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ വിൽ കൺസ്ട്രക്ട് കനോപ്പി ബ്രിഡ്ജസ് ഇൻ ആസാം ഗിബൺ ഹാബിറ്റാറ്റ്. ആസാമിലെ ഗിബൺ ഹാബിറ്റാറ്റിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഹൂലോക്ക് ഗിബൺസ് ത്രൂ റെയിൽവേ ട്രാക്സ് ആൻഡ് ദാറ്റ് ഡിവൈഡ്സ് ദ പ്രൈം ഹാബിറ്റാറ്റ് ഇൻ ഹൊളോങ്പാർക്ക് ഗിബൺ സാങ്ച്വറി. അപ്പൊ ആസാമിലുള്ള ഒരു സാങ്ച്വറി ആണ്. സാങ്ച്വറിയുടെ പേരും കൂടി പഠിച്ചോളൂ. ഹൊളോങ്പാർക്ക് ഗിബൺ സാങ്ച്വറി എന്നുള്ള ഗിബൺസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാങ്ച്വറി ആണ് ആസാമിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ കാണുന്ന ഗിബൺസ് ആണ് ഹൂലോക്ക് ഗിബൺസ് എന്ന് പറയുന്നത്. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കനോപ്പി ബ്രിഡ്ജസ് ആർ ഡിസൈൻഡ് ബൈ ദ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇൻ കൊളാബറേഷൻ വിത്ത് NFR. ഓക്കെ, അപ്പോൾ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രൊജക്ട് ഇൻവോൾവ് ആയിട്ടുള്ളത് NFR, ആസാം സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു പാലം പണിയാൻ കൈകൊടുത്തിട്ടുള്ളത്. These bridges will installed at strategic points to ensure safe movement of gibbons between the divided sections of the sanctuary. ഒരു സെക്ഷൻ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹൈ ഗ്രേഡഡ് ഫാസ്റ്റനിങ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നിക് വിൽ ബി യൂസ്ഡ് ടു സെക്യൂർ ദി ബ്രിഡ്ജസ്. സേഫ്റ്റി നെറ്റ് വിൽ ബി ഇൻസ്റ്റാൾഡ് ബിലോ ദ ബ്രിഡ്ജസ് ആസ് ഫെയിൽ സേഫ് മെക്കാനിസം. ഇതിന്റെ താഴെ കണ്ടില്ല ഒരു സേഫ്റ്റി നെറ്റ് ആണ്. ഈ നെറ്റ് കൂടി കൊടുക്കും താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ലൈനേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്. അപ്പം ചുമ്മാ ഒരു കാര്യം കെട്ടിക്കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ ആയി തോന്നുന്നു. അതുകൊണ്ട് തന്നെ ക്രീപ്പേഴ്സ് ലൈനേഴ്സിനൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവരും. ദാറ്റ് മീൻസ് ലുക്ക് ദം നാച്ചുറൽ ആക്ട് കണ്ടാലും മാത്രമേ ഗിബൺസ് അനുഭവമുള്ളൂ, തൂങ്ങിയാടി അങ്ങോട്ടേക്ക് പോകും. ഇപ്പൊ പ്രീവിയസ് എഫേർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് എഫേർട്ട് ഇൻക്ലൂഡിംഗ് ആർട്ടിഫിഷ്യൽ കനോപ്പി ബ്രിഡ്ജസുകൾ ബൈ NFR കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നാച്ചുറൽ കനോപ്പി ബ്രിഡ്ജ് ബൈ ആസാം സ്റ്റേറ്റ് വൈൽഡ് ലൈഫ്
അസം സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അരണ്യക്, രണ്ട് ഡിപ്പാർട്ട്മെന്റും കൂടിയിട്ട് നാച്ചുറൽ കനോപ്പിയും അതുപോലെ NFR ചേർന്നിട്ട് നോർത്ത് ഏഷ്യൻ ഫ്രണ്ടിയർ റെയിൽവേ എന്ത് കൊണ്ടുവന്നു, ഒരു ആർട്ടിഫിഷ്യൽ ബ്രിഡ്ജും കൊണ്ടുവന്നു. ബട്ട് കൂടുതലും ഗിബൺസ് കൂടുതലും പ്രിഫർ ചെയ്തിരിക്കുന്നത് ഇത്തരം നാച്ചുറൽ ബ്രിഡ്ജസ് ആണ് ഓവർ ദ ആർട്ടിഫിഷ്യൽ. NFR കൊണ്ടുവന്ന ആർട്ടിഫിഷ്യലിനെക്കാട്ടും ആസാം സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു നാച്ചുറൽ പാലത്തിനെയാണ് അവർ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസിലാണെങ്കിലും നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടർ റെയിൽവേനെ ചുറ്റുപാടും ഗിബൺസിന് വേണ്ടിയിട്ടുള്ള കനോപ്പി ബ്രിഡ്ജസുകൾ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹൂലോ ഗിബൺസ് എന്ന് പറയുന്നത്. ഹൂലോ ഗിബൺസിന്റെ ഒരു പിക്ചർ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. എന്നോട് പിക്ചർ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പം ഹൂലോ ഗിബൺസ് വെച്ച് കഴിഞ്ഞാൽ ആപ്സിന്റെ വർഗത്തിലുള്ള ചെറുതായിട്ടുള്ളതും ബട്ട് ഫാസ്റ്റസ്റ്റ് ആയിട്ട് യാത്ര ചെയ്യുന്നതുമായിട്ടുള്ള സഞ്ചരിക്കുന്നതുമായിട്ടുള്ള എയ്പ്സ് വർഗത്തിലാണ്. അപ്പൊ ഗിബൺസ് ആർ സ്മോളസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ എയ്പ്സ്. ഹൂലോ ഗിബൺസ് ആർ നോൺ ഫോർ ദർ ഇന്റലിജൻസ്, ഡിസ്റ്റിങ് പേഴ്സണാലിറ്റീസ് ആൻഡ് സ്ട്രോങ് ഫാമിലി ബോണ്ട്. നല്ലൊരു സമൂഹ ജീവിയാണെന്ന് വേണം പറയാം. ഉണ്ട്, ഭയങ്കര ഇന്റലിജന്റ് ആണ്, ഡിസ്റ്റിങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഒക്കെ മേക്ക് ചെയ്ത് പോകുന്നത്. നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ആർട്ടിഫിഷ്യൽ കയറുകൾക്ക് പകരം ബ്രിഡ്ജസിന് പകരം നാച്ചുറൽ ബ്രിഡ്ജസിനെ ചൂസ് ചെയ്ത് പോകുന്നു എന്നൊക്കെ പറയുന്ന ഡിസ്റ്റിങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയും ഇന്റലിജൻസും അവർക്കുണ്ട്. ഹാബിറ്റാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഹബിറ്റ് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഇൻ നോർത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ദർ ഫൗണ്ട് ഇൻ ഫോറസ്റ്റഡ് ഏരിയാസ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ ആൻഡ് സദേൺ ചൈന. The estimated current population of ഹൂലോ ഗിബൺസ് is approximately 12,000 individuals. 12,000 ഗിബൺസ് ആണ് എസ്പെഷ്യലി ഹൂലോ ഗിബൺസ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും, സൗത്ത് ചൈനയിൽ കാണാൻ പറ്റും, ബംഗ്ലാദേശിൽ, മ്യാൻമാറിൽ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അപ്പം എന്താണ് ഇതിന്റെ പ്രത്യേകത? ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളാണ് ഇത് കാണുന്നത്. ഓക്കെ, നല്ല മഴയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണാൻ പറ്റുന്നത് എന്ന് പറയാം. All 20 gibbon species including ഹൂലോ ഗിബൺസ് face higher risk of extinction due to various conservation challenges. ഇപ്പൊ 20 ഗിബൺ സ്പീഷീസുകളാണുള്ളത്. എയ്പ്സിന്റെ ചെറിയ വിഭാഗമാണ് ഗിബൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ 20ഓളം സ്പീഷീസുകളാണുള്ളത്. അതിലെല്ലാ ഗിബൺസും ഒരു ത്രെറ്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിനായിട്ട് ഹാബിറ്റാറ്റ് ഡിക്ലൈൻ ആണ്. ഗിബൺസ് പോപ്പുലേഷൻ ആൻഡ് ദർ ഹാബിറ്റാറ്റ്സ് ഹാവ് സിഗ്നിഫിക്കന്റ്ലി ഡിക്ലൈൻ ഓവർ ദ പാസ്റ്റ് സെഞ്ചുറി, നൗ റെസ്ട്രിക്റ്റഡ് ടു സ്മോൾ ഏരിയാസ് ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. പ്രൈമർലി ത്രെറ്റ് ഇൻ ഇന്ത്യ. The main threat to Hoolock gibbons is habitat loss due to deforestation for infrastructure project. Deforestation ആണ് അതിന്റെ പ്രൈമറി ത്രെറ്റ്, ഹാബിറ്റാറ്റ് ലോസിന് കാരണമാകുന്നത്. ഇതിന് കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഗിബൺസ് കാറ്റഗറിയിൽ എടുക്കാം. വെസ്റ്റേൺ ഹൂലോ ഗിബൺസ് എൻഡേഞ്ചർഡ് കാറ്റഗറിയാണ് IUCN റട്ടേഴ്സിന്റെ അകത്ത്. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹൂലോ ഗിബൺസ് വൾണറബിൾ സ്റ്റാറ്റസിനുള്ളത്. ബട്ട് ഇന്ത്യൻ WPA, ദാറ്റ് മീൻസ് ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 പറഞ്ഞിട്ടുള്ളത് രണ്ട് സ്പീഷീസും, വെസ്റ്റേൺ ഹൂലോക്ക് ആയിക്കോട്ടെ ഈസ്റ്റേൺ ഹൂലോക്ക് ആയിക്കോട്ടെ, രണ്ടിനും ഷെഡ്യൂൾ 1 ദാറ്റ് മീൻസ് ഹൈ പ്രൊട്ടക്ഷൻ ആണ് നൽകിയിട്ടുള്ളത്. ഇത്രയുമാണ് നമുക്ക് ഈ ആർട്ടിക്കിൾസിൽ മനസ്സിലാക്കാനുള്ളത്. Now the main question time. The first question, examine how the changes in survey methods in 2022-23 household consumption and expenditure survey impacted the reported consumption of non-food items in India. Discuss the systemic flaws in India's juvenile justice system that result in children being wrongly detained in adult prisons. Third question, discuss the significance of Agnikul Cosmos successful test flight of Agniban for India's commercial space capabilities. And fourth question, evaluate the effectiveness of increasing green cover, promoting energy efficient air conditioning and improving building design in reducing the urban heat island effect in cities like Chennai. So all the answers should be written in 150 words and strictly follow the timeline. So write your answer and send a PDF as to this number and will be evaluated as soon as possible. So നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് സൗണ്ട് ചിലപ്പോൾ കുറഞ്ഞു പോകും, റോട്ടൻ ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ്. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാച്ചിനെ പറ്റി ഒന്നുകൂടി പറയാം. നമ്മൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് മന്ത്ലി പേയ്മെന്റ്സ് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലാത്ത രീതിയിലായിരിക്കും നമ്മുടെ ബാച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. എനിവേ നാളെ മറ്റൊരു സെഷനിൽ കാണുന്നവരെ താങ്ക് യു ഫോർ ദ ടൈം. ഗുഡ് ബൈ.